നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖം. മിന്നാ മിനുങ്ങി മിന്നും മിനുങ്ങി എങ്ങോട്ടാണ് ഈ തിടുക്കം. ശരിയാ, വളരെ തിടുക്കത്തിൽ നമ്മളെ വിട്ടുപോയ നമ്മുടെ കലാഭവൻ മണിച്ചേട്ടൻ, നാടൻ പാട്ടിന്റെ രാജകുമാരൻ, അദ്ദേഹത്തിന്റെ, നമ്മുടെ പ്രിയപ്പെട്ട മണിച്ചേട്ടന്റെ ഓർമ്മ ദിവസമാണ് ഇന്ന്. മണിച്ചേട്ടൻ നമ്മളെ വിട്ടുപിരിഞ്ഞ ദിവസം. ഇന്ന് കേരളത്തിലെ പലയിടങ്ങളിലും മണിച്ചേട്ടന്റെ അനുസ്മരണവും അദ്ദേഹത്തിന്റെ പേരിൽ പല കലാകാരന്മാർക്കും പുരസ്കാരങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ ഇന്ന് എടപ്പള്ളി ചെങ്ങമ്പുഴ പാർക്കിൽ ദേശീയ കലാ സംസ്കൃതി നൽകുന്ന കലാഭവൻ മണി പുരസ്കാരം എനിക്കുമുണ്ട്. അത് വാങ്ങാനായിട്ട് ഇന്ന് ഞാൻ യാത്ര തിരിക്കുകയാണ്. ഈ അവാർഡ് ഞാൻ വാങ്ങാൻ പോകുന്നത് കാണുന്ന വണ്ടിക്ക് കൈ നീട്ടി ഏതൊക്കെ വണ്ടിയുടെ ആണ് കിട്ടുക അതെല്ലാം കയറി ഇറങ്ങി ചെന്ന് ചെങ്ങമ്പുഴ പാർക്കിൽ ചെന്ന് ഈ അവാർഡ് വാങ്ങുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നല്ലൊരു കാര്യം. കാരണം വെച്ചാൽ മണിച്ചേട്ടൻ്റെ ഓർമ്മ ഉള്ള ദിവസത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അവാർഡ് ഈ എളിയ കലാകാരന് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അത് വാങ്ങാൻ ഇച്ചിരി കഷ്ടപ്പെട്ട് തന്നെ പോയാൽ മതിയെന്നേ. ചേട്ടനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ മലയാള സിനിമയിൽ എത്തിയത്. അങ്ങനെ ഒന്ന് ഓർക്കും കൂടി ചെയ്യാം നമുക്ക്. ഇപ്പം എന്താണെന്ന് നമുക്ക് യാത്ര തിരിക്കാം. എങ്ങനെയൊക്കെ നിങ്ങൾക്ക് തരാമെന്ന് അറിയത്തില്ല. കാരണം വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണ്, വേറെ ക്യാമറമാരൊന്നുമില്ല. ഞാൻ തന്നെയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നതും എല്ലാം. അപ്പം കുറച്ച് പ്രശ്നങ്ങൾ കാണുമായിരിക്കും. എന്നാൽ നമുക്ക് ഒന്ന് പോയി നോക്കാം. ആരും മോശമാണെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. എന്തായാലും പോവാം. ശരി. നമ്മളിന്ന് പോകുന്നത് ഈ വണ്ടിയിലാണ്. കാഞ്ചനപ്പറമ്പിൽ ഏജൻസീസ്. എൻ്റെ പ്രിയ സുഹൃത്ത് ബിനോയോടൊപ്പമാണ്. ഈ വണ്ടിക്കകത്ത് വെള്ളം എടുക്കാൻ പോകുന്നത്, അതിനകത്താണ് പോകുന്നത്. പിക്കപ്പിനകത്ത് യാത്ര കുഴപ്പമൊന്നുമില്ല. ചൂടുണ്ട്, പിന്നെ കാറ്റുള്ളത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല. രസകരമായിട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ബിനോയ്ക്ക് ഇങ്ങനെ വെള്ളം എടുക്കാൻ പോകുന്നതിൻ്റെ താമസിച്ചു പോയതിൻ്റെ ഒരു വെപ്രാളവും ടെൻഷനൊക്കെയാണ് തോന്നുന്നു. അതനുസരിച്ച് പോകുന്നുണ്ട്. എന്താണെങ്കിലും ഇവിടെ നിന്ന് കോലഞ്ചേരി വരെയാണ് ഈ പോകുന്നത്, വെള്ളം എടുക്കുന്നത്. അപ്പോൾ അവിടം വരെ പോയി വേണം ഈ വെള്ളം കൊണ്ടുവരാൻ. ഇന്ന് ഓർഡർ ഉള്ളിടത്ത് മൊത്തം സപ്ലൈ ചെയ്യാൻ. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ടെൻഷൻ. എന്നെ സംബന്ധിച്ച് ഈ പിക്കപ്പിലുള്ള യാത്രയൊന്ന് കാണിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ സാധാരണ യാത്ര ചെയ്യുന്ന കൂടെ പോലെയല്ല എന്നുള്ളതുകൊണ്ട്. എന്നുവെച്ചാൽ റോഡേ ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ഈ ഇടിഞ്ഞു പോയിട്ടുള്ള സ്ഥലമുണ്ട്. അവിടെ വരുമ്പോഴത്തേക്കും വണ്ടികൾ കടന്നു പോകാൻ, രണ്ട് വണ്ടി ഒന്നിച്ച് കടന്നു പോകില്ല. അങ്ങനെ വരുന്നവർക്ക് നമ്മൾ ചവിട്ടി നിർത്തി കൊടുത്ത് മറ്റേ വണ്ടികളെ കടത്തി വിട്ട് വേണം പോകാനായിട്ട്. അങ്ങനെയാണ് സാധാരണ ചെയ്യണത്. അത് വലിയ പുതിയ അറിവൊന്നുമല്ല. പക്ഷേ ഞാൻ പറഞ്ഞത് നമ്മൾ ചവിട്ടി നിർത്തി എന്തിനാണെന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞുള്ളൂ. കൂട്ടമായിട്ട് എടുക്കുകയേ വേണം. പിന്നെ KSRTC ഇപ്പോൾ ധാരാളമായിട്ട് ഈ റൂട്ടിലുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാറൊക്കെ ഓടിച്ച് പെട്ടെന്ന് കഷ്ടപ്പെട്ട് അങ്ങനെ ഒരു യാത്ര ഒഴിവാക്കിയിട്ട് പെട്ടെന്ന് അത്യാവശ്യത്തിന് ആലുവയോ എറണാകുളമോ പോകണമെങ്കിൽ ബസ് യാത്ര നല്ല സൗകര്യമാണ്. കാരണം രാവിലെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ടത് ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വായിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഒക്കെ പ്ലാൻ ചെയ്യാനുണ്ടായത് അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മൾ അവിടെ എത്തും. പിന്നെ ഒരു സൗകര്യമുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഈ ആലുവ മെട്രോ ഉള്ളതൊരു വലിയ സൗകര്യമാണ്. ആലുവ എത്തിക്കഴിഞ്ഞിട്ട് മെട്രോയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എറണാകുളത്ത് ട്രാഫിക്കൊന്നും പെടാതെ നേരെ ഒരു എറണാകുളത്ത് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് നേരെ തിരിച്ച് ഒന്നല്ലെങ്കിൽ വൈറ്റിൽ നിന്ന് നേരെ ഹൈറേഞ്ച് വണ്ടിയുണ്ട്, ഇല്ലെങ്കിൽ ആലുവ വന്നിട്ട് ആലുവന്ന് കയറുമ്പോൾ അതൊരു വലിയ ഗുണമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രാഫിക്ക് പെടേണ്ട ഹൈറേഞ്ചിൽ നിന്ന്, ഇപ്പോൾ അടിമാലി ആയിക്കോട്ടെ, ഹൈറേഞ്ച് പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ നിന്ന് അത്രയും നേരം യാത്ര ചെയ്ത് അവിടെ എത്തിയിട്ട് പിന്നെ ആ ട്രാഫിക്കിൽ കിടന്ന് വെച്ച് താങ്ങി പിടിച്ച് അത് വലിയൊരു പാടാണ്. അപ്പം ആ സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള യാത്ര സുഖമാണ്. അതെ, ഇവിടേക്ക് ആനത്താരെന്ന് പറഞ്ഞൊരു ബോർഡ് വെക്കുന്നുണ്ടോ? ആനത്താരെന്ന് പറഞ്ഞ ബോർഡ്. അതായത് ആന വന്ന് പോകാൻ സാധ്യതയുള്ള, അതായത് റോഡ് ക്ലോസ് ചെയ്ത്
ആന കടന്നു പോകാൻ സാധ്യതയുള്ള ഏരിയയാണെന്നുള്ളതാണ് ഈ ആനത്താര് എന്ന് പറഞ്ഞ ബോർഡ് വെക്കുന്നത്. അതിവിടെ ഇങ്ങനെ ഈ നെയ്മംഗലം നോക്കി ഇങ്ങ് പോരുമ്പോൾ പല സ്ഥലങ്ങളിലും അത് വെച്ചിട്ടുണ്ട് ആ ബോർഡ്. അവിടെയെല്ലാം ആനയ്ക്ക് കടന്നു പോകാനുള്ള പാത ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു അധികൃതർ നമ്മളെ അറിയിക്കുന്ന ഒരു സംഭവമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടുന്ന് ഇതാണ് 6-ാം മൈൽ എന്നാണ് പറയപ്പെടുന്നത്. ഈ ജംഗ്ഷന് പറയുന്ന 6-ാം മൈൽ. ഇവിടുന്ന് ഉണ്ട് അവിടെ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് കാണാം. ഉണ്ട്, ആ ഫോറസ്റ്റിൻ്റെ കെട്ടിടം കാണാം, പച്ച കളറിൽ കാണുന്നത്. അവിടെ നിന്ന് മേളിലേക്ക് കാണുന്ന ആ റോഡ്, ആ റോഡ്, ഈ കാണുന്ന റോഡ് മാമലക്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന റോഡാണ്. പണ്ട് ഈറ്റ വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ആ ഈറ്റ ലോഡുകൾ വന്നുകൊണ്ടിരുന്നത് ആ റോഡിലാണ്. ഏറ്റവും കൂടുതൽ ഈറ്റ ലോഡ് വന്നുകൊണ്ടിരുന്നത്. അന്ന് ആ റോഡിൽ ടാർ ചെയ്യുകയോ അങ്ങനെ ഒന്നുമില്ല. ചുമ്മാ പൊട്ടിപ്പൊളിഞ്ഞ് മൺപാത, കല്ലുകൾ പൊങ്ങി നിൽക്കുന്ന ആ പാതകളിലൂടെ ലോറി ആടി ഉടഞ്ഞ് പോകുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കണ്ടിട്ടുണ്ട്. ഭയങ്കര പേടിയാവും. അതോടൊപ്പം ഈ ഈറ്റക്കെട്ടുകളെല്ലാം കൂടെ കൂടി ഇങ്ങനെ കെട്ടിവെക്കുകയല്ല, അത് ഒരു സൈഡ് കെട്ടിക്കഴിഞ്ഞാൽ ഈ ബാക്ക് സൈഡൊക്കെ കുറച്ച് ഇങ്ങനെ ലൂസാക്കി വെക്കും. അതെല്ലാം കൂടെ കിടന്ന് അടിക്കണ കാണുന്നില്ല, പേടിയാവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഹൈറേഞ്ചിൻ്റെ കവാടം കഴിഞ്ഞ് എറണാകുളം ജില്ലയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. എറണാകുളം ജില്ലയിലൂടെ ഉള്ള യാത്രയാണ്. നേര്യമംഗലമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പോകുന്നു. നെല്ലിമറ്റം, കവളങ്ങാടൊക്കെ ആവാറാവുന്നു. നമ്മൾ ഇടയ്ക്കുള്ള യാത്രയിലൊക്കെ ഇങ്ങനെ വരില്ലേ, വരുമ്പോൾ ഒരു സ്നാക്സ്, ഒരു ചായയൊക്കെ കഴിക്കാനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ കടയാണത്. ചേട്ടനിവിടെ ഉണ്ട്. അപ്പോൾ കുറച്ചൊരു ചായ കുടിക്കട്ടെ. ബിനോയ് നേരത്തെ വന്ന് ചായക്കിരുന്നു. ചേട്ടാ നമസ്കാരം. ഇന്ന് എന്തൊക്കെയാണ് സംഭവങ്ങളുള്ളത്? ആ, സമൂസ, ആ, പിന്നെ സമൂസ, ആ, ആ, എല്ലാം ഉണ്ട്. ഇതാണ് നമ്മൾ ഹൈറേഞ്ച് റൂട്ടിൽ പോകുമ്പോൾ, നിങ്ങൾ ടൂറൊക്കെ പോണ സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ചായ, പിന്നെ കൂൾ ഡ്രിങ്ക്സ് എല്ലാം ഉണ്ട്. പിന്നെ കണ്ടോ, പണ്ട് കാലങ്ങൾ നമുക്ക് മടക്കസ്ഥാൻ എന്ന് പറയുന്ന സാധനം, അതിപ്പോൾ അവരോട് കറക്റ്റ് കിട്ടാനില്ല. അതാണ് മടക്കസ്ഥാൻ. പിന്നെ ഇത് കണ്ടോ, കേക്ക്, ബോണ്ട, പരിപ്പുവട, ഇതൊക്കെ സ്വയം നിർമ്മിതോ ഇതെല്ലാം. അപ്പം ഇതിപ്പോൾ ഇങ്ങോട്ട് ഷിഫ്റ്റായി വന്നാണോ? ഇവിടെ ഇപ്പോൾ 2 വർഷമായി. ആ, എന്താണേലും ഇവിടെ നമ്മുടെ നാട്ടുകാരനാണ്, അടിമാലിക്കാരനാണ് ചേട്ടൻ. ഇങ്ങനെ നമ്മുടെ NH തന്നെ ഇങ്ങനെ ഒരു ചായക്കട തുടങ്ങിയപ്പോൾ നമുക്കിവിടെ വരണമെന്ന് തോന്നി. ഞങ്ങൾ പോയപ്പം കണ്ടപ്പോൾ തന്നെ നിർത്തിയതാണ്. അങ്ങനെ ഒരു ചായ കുടിച്ചിട്ട് പോവാം എന്നോർത്ത് ഇവിടെ കയറിയതാണ്. ഞാൻ പറഞ്ഞില്ലേ, ചൂടിൻ്റെ ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ കണ്ടോ, ചൂടിൻ്റെ ആ വേർപ്പും കാര്യങ്ങളും ഒക്കെ ആയി എടാ. ഹൈറേഞ്ചുകാർ ഭയങ്കരമായിട്ട് ഓർത്തോണ്ടിരുന്നതാണ്, ഞങ്ങൾക്ക് ടോളില്ലല്ലോ അതിനകത്ത് അഭിമാനിച്ചവരാ. എന്നാൽ ഈ പാകുന്ന ഭാഗം കണ്ടോ, ഇത് ഹൈറേഞ്ചിലെ ടോള്, ഹൈറേഞ്ചിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക് ടോൾ പിരിക്കുന്ന ഏരിയയാണ്. ആ ടോൾ പ്ലാസ വരുന്ന ഏരിയയാണ്. അതിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയാം ഹൈറേഞ്ചിൽ ട്രെയിനില്ല, കടലില്ല എന്നൊക്കെ പറയാതെ നമ്മൾ കുറവുകളായിട്ട് പറയും. പണ്ട് മൂന്നാറിൽ ട്രെയിൻ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിലുണ്ട്. പിന്നെ കടലെന്താണേലും ഇല്ല, പിന്നെ ടോൾ പ്ലാസ ഇല്ല. അതിപ്പോൾ ദേ വന്നു കഴിഞ്ഞു. ഞാനൊരു കുറവ് അങ്ങ് നികത്തി. നമസ്കാരം. അപ്പോൾ കോലഞ്ചേരിയിൽ വന്നാണ് ഞാൻ ഇറങ്ങിയത്. കോലഞ്ചേരി വന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് ഞാൻ KSRTC കയറി. KSRTC കയറിയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത്. KSRTC ഉള്ള യാത്രയാണ്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് പോകേണ്ടത് ചെങ്ങമ്പുഴ പാർക്കിലാണ്, ഇടപ്പള്ളി ചെങ്ങമ്പുഴ പാർക്കിലാണ്. വൈകിട്ട് 6:30-ക്കാണ് പരിപാടി. അപ്പം 6:30 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 7 മണിയാവുമായിരിക്കും.
എന്നാലും 6:30-7 മണി ആകുമ്പോഴാണ് അപ്പം അതിന് പോകണം. അപ്പം നല്ല യാത്രയാണ്. കാരണം വെച്ചാൽ അവിടെ നിന്ന് പിക്കപ്പിലുള്ള യാത്ര അത് വേറൊരു അനുഭവം. അത് കഴിഞ്ഞ് ഇപ്പോൾ ബസ്സിൽ അത് വേറൊരു അനുഭവം. KSRTC സൈഡ് സീറ്റാണ് കിട്ടിയത്. അത് ഏറ്റവും പുറകിലത്തെ സീറ്റാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ എത്തി. വൈറ്റിൽ നിർത്തിയപ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്നറിയാമോ, വൈറ്റിൽ അവർ നിർത്തിയത് ഈ കുണ്ടന്നൂർ മറ്റേ ഇങ്ങോട്ടുള്ള റൂട്ടിലാണ്, അരൂർ ആലപ്പുഴ റൂട്ടിലാണ് കൊണ്ട് നിർത്തിയത്. കാരണം ഇനിയിപ്പോൾ ഇതിൽ കറങ്ങിയാണ് ആ വണ്ടി അങ്ങോട്ട് പോവുക. അതുകൊണ്ട് ഇവിടെ കൊണ്ട് നിർത്തി. അപ്പോൾ ഇതൊരു ബസ് സ്റ്റോപ്പാണ്. ഇനി ഇവിടെ നിന്ന് കറങ്ങി വേണം അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ എനിക്കിവിടെ ഒരു ഹോൾട്ടിങ് റൂമുണ്ട്. അത് നെട്ടൂരാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ നെട്ടൂർ പോയിട്ട് ആ റൂമിൽ പോയിട്ട് വേണം പോകാനായിട്ട്. എന്നാൽ പിന്നെ ഞാൻ ഓർത്തു ഇവിടെ തന്നെ ഇറങ്ങാം എന്നോർത്തു. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നേക്കാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നേരെ ഒന്ന് ഫ്രഷായിട്ട് നേരെ അങ്ങോട്ട് പോകണം. അപ്പോൾ ആ റൂമിലൊന്ന് പോകണം. റൂമിലൊന്ന് പോയിട്ട് പിന്നെ പോകാൻ വേണ്ടിയിട്ട് മുന്നിട്ടാണ്. അപ്പോൾ ഇതുണ്ടാവും. അപ്പോൾ ഈ ജംഗ്ഷനിൽ നിൽക്കണം. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അടുത്ത വണ്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ പ്രൈവറ്റ് വണ്ടി ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ വണ്ടി ഏതാണോ ആ വണ്ടിക്ക് കയറിയിട്ട് ഞാൻ ഇവിടെ ഇറങ്ങും. ഇവിടെ അറിയുമോ, നെട്ടൂർ. അപ്പോൾ നെട്ടൂരിലേക്ക് പോകാനുള്ള വണ്ടി ഏതാ വന്നതെന്ന് നോക്കാം കേട്ടോ. ആലപ്പുഴ എറണാകുളം റൂട്ടാണ്. വണ്ടി കാത്ത് ഞാൻ നിൽക്കുക. വണ്ടി ഇപ്പോൾ വരും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുക. നല്ല ജനമുണ്ട്. അപ്പോൾ അടുത്തത് ഇവിടുന്ന് ബസ്സിൽ കയറി നെട്ടൂരിലേക്ക് പോകാം. നല്ല ചൂടാണ്. അത് എന്നെ കണ്ടാൽ നമുക്കറിയാം നെട്ടൂരിലേക്കുള്ള യാത്ര. ഇവിടെ ഭയങ്കര പുറത്തുനിന്ന് കാസും കെട്ടി വന്നു. എന്നിട്ടാണ് അവിടെ ബസ് കിട്ടിയത്. അപ്പോൾ അവിടെ നിന്ന് നെട്ടൂർ ചെന്നിട്ട് അങ്ങനെ നെട്ടൂർ എത്തി. അത് ഇവിടുന്ന് ഓട്ടോ കിട്ടുമെന്നറിയില്ല. ഓട്ടോ വിളിച്ചിട്ട് വരുന്നില്ല. ഒരു പോക്ക് വന്നത്. ഇനി ഓട്ടോ ഇവിടുന്ന് കിട്ടിയില്ലുണ്ടല്ലോ, കുറേ നടക്കണം. കുറേ ദൂരം നടക്കേണ്ടി വരും ഓട്ടോ കിട്ടിയില്ലെങ്കിൽ. ഓട്ടോ കിട്ടുമെന്ന് കറക്റ്റായിരുന്നു. അതിപ്പോൾ നടക്കേണ്ടി വരും. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ നടക്കാൻ തീരുമാനിച്ചാന്ന്, കഷ്ടപ്പെടാൻ തീരുമാനിച്ചാന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഈ വായിക്കുന്നത് കുറച്ച് ലഗേജില്ലേ, അതുകൊണ്ട് കനം ഭയങ്കര. കുഴപ്പമില്ല. അപ്പം അങ്ങനെ ബാഗൊക്കെ കൂട്ടി അങ്ങ് നടക്കുകയാണ്. എറണാകുളം നെട്ടൂർ ടൗണിലൂടെ അങ്ങ് നടക്കുക. ഒരു ഓട്ടോച്ചേട്ടൻ അവിടുന്ന് വഴി തിരിച്ച് കറങ്ങി വരുന്നുണ്ടേ. ഞാൻ വരുന്ന അവിടെ ആയിട്ട് തിരിച്ചു വരിക ചേട്ടാ. വരുന്ന നമസ്കാരം. നമുക്ക് ഇവിടെ നിന്ന് നേരെ അങ്ങ് പോകാം. CMK. നേരെ തന്നെ കോട്ടെ. ഈ നെട്ടൂര് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോ കിട്ടും. അതാ പള്ളി ജംഗ്ഷനിൽ ഇറങ്ങിയാലേ കിട്ടുള്ളൂ. ഇപ്പറ ഇവിടെ ഈ ആജാസിൻ്റെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോ ഇങ്ങോട്ടുള്ളത് കിട്ടുകയില്ല. പിന്നെ അതിലൊക്കെ കറങ്ങി വരുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ. ചേട്ടൻ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എന്നോട്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കണ്ടോണ്ടാണ്. ഇതാണ് CMK ഹാബിറ്റാറ്റ് നെട്ടൂർ. യെസ്, ഓക്കെ, താങ്ക് യു. ഹായ്. ഇതിൻ്റെ ഒരു ഏരിയ ആണ് ഇത്. ഇവിടെ എറണാകുളത്തേക്കുള്ള വെള്ളം കൊണ്ടുപോകുന്ന ഇതില്ലേ, വാട്ടർ സപ്ലൈയുടെ വലിയൊരു ഏരിയ ആണ് നെട്ടൂർ. ഇതിനപ്പുറം നെട്ടൂർ മാർക്കറ്റുണ്ട്, വലിയ മാർക്കറ്റ്. അത് പിന്നെ ഞാൻ കാണിച്ചു തരാം. നെട്ടൂർ മാർക്കറ്റ് വെളുപ്പിന് പോയി കാണണം. അത് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് CMK ഹാബിറ്ററ്റ് ഇവിടെ ആണ്. രസമുണ്ട് കേട്ടോ ഇവിടെ.
കാണാനേ, രാവിലെയൊക്കെ വന്നിരിക്കാനും ഈവനിങ് ഇരിക്കാനൊക്കെ രസമുണ്ട്. അപ്പോൾ ഒരു യൂബർ എടുത്ത് എടപ്പള്ളിയിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ പിക്കപ്പ്, പിന്നെ KSRTC, പ്രൈവറ്റ് ബസ്, പിന്നെ ഓട്ടോ, പതിയെ യൂബർ. അങ്ങനെ എടപ്പള്ളിയിലേക്ക് എത്തുന്നു. ചെങ്ങമ്പുഴ പാർക്കിൽ അവിടെ എത്തി. അവിടെ സദസ്സിലെല്ലാവരും ഉണ്ട്, വിശിഷ്ട വ്യക്തികളെല്ലാവരും ഉണ്ട്. പിന്നെ അവാർഡുകൾ ഏറ്റുവാങ്ങാനുള്ളവരുണ്ട്, അതിന് സഹകരിക്കുന്നവരുണ്ട്, കാഴ്ചക്കാരുണ്ട്, പിന്നെ അതിന് എൻ്റെ സംഘാടക സമിതിയിലുള്ള ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഈ പരിപാടിക്ക് നേതൃത്വം കൊടുത്തത് മമ്മീക്ക, ഞങ്ങളെല്ലാം പ്രിയപ്പെട്ട സിഞ്ചരു മമ്മീക്ക ഒക്കെയാണ് അതിൻ്റെ നേതൃത്വം കൊടുത്തിട്ടുള്ളത്. നല്ല ജനമുണ്ടായിരുന്നു, എന്താണല്ലോ സന്തോഷം. ആൾക്കൂട്ടത്തിൽ ഇങ്ങനെ ചകഞ്ഞു വന്നപ്പോൾ നമ്മുടെ പീറ്ററിയേട്ടൻ, എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത്, ആ വേദിയിലെത്തിയപ്പോൾ എൻ്റെ മൈക്ക്, ഈ വീഡിയോ എടുക്കുന്ന മൈക്ക് ഓഫായിപ്പോയി, അതുകൊണ്ട് കിട്ടിയില്ല. മമ്മീക്കായെ കണ്ടു, സന്തോഷം. മമ്മീക്കയാണ് എന്നെ ഈ അവാർഡിന് വേണ്ടി വിളിച്ചത്. പിന്നെ തോമസ് കെ തോമസ് MLA കയ്യിൽ നിന്ന് ഈ ഉപകാരം സ്വീകരിക്കാൻ കഴിഞ്ഞത് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും വലിയ കയ്യടി, പ്രോത്സാഹനമൊക്കെ നൽകി. അതിനൊക്കെ ഒരുപാട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയാനായിട്ട് എൻ്റെ മൈക്ക് ഏൽപ്പിച്ചു. അപ്പോൾ ഞാൻ എല്ലാവർക്കും നന്ദി പറഞ്ഞു. പ്രത്യേകിച്ച് ചേട്ടൻ്റെ കൂടെ പരിപാടിക്ക് പോയപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ പറഞ്ഞു. അത് അവസാനം മരിക്കുന്നതിന് മുമ്പ് ലണ്ടനിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞങ്ങളെ പരിപാടി പങ്കെടുത്ത എല്ലാവർക്കും എയർപോർട്ടിൽ വെച്ച് ചേട്ടൻ മോതിരം സമ്മാനിച്ച ആ സന്തോഷമൊക്കെ ഞാൻ പറഞ്ഞു. കാരണം അതെല്ലാം വലിയ സന്തോഷമുള്ള നിമിഷമായിരുന്നു. മണിച്ചേട്ടൻ്റെ പേരിലുള്ള ഈ അവാർഡ് സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി.